സ്വർണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ നിക്ഷേപം സ്വർണത്തിലായാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നല്ലതാണ്. പക്ഷേ സ്വർണം വാങ്ങി സൂക്ഷിക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. സ്വർണം വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ അറിയേണ്ട നിയമവും നികുതി സംബന്ധിച്ച കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ കണക്കനുസരിച്ച് സ്വർണ്ണവില ഉയരത്തിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുകയാണ്. ഒരു പവൻ സ്വർണത്തിന്റെ വില 1 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. ഒരു നാണ്യപ്പെരുപ്പത്തെ പ്രതിരോധിക്കുന്ന നിക്ഷേപം എന്ന നിലയിലും സ്വർണം തിളങ്ങി നിൽക്കുകയാണ്. ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ഭൂമിയുടെ മൂല്യം കുറയുമ്പോഴും നിക്ഷേപകർ സുരക്ഷിത താവളമായി കാണുന്നത് സ്വർണത്തെ തന്നെയാണ്. ഈ വിശ്വാസമാണ് ഓരോ വീട്ടിലും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുടെയും നാണയങ്ങളുടെയും രൂപത്തിൽ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിലൊന്നാക്കി മാറ്റുന്നത്. എത്ര സ്വർണം വരെ സൂക്ഷിച്ചാൽ നിയമപരമായി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് കേന്ദ്ര ആദായ നികുതി വകുപ്പാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരാൾക്ക് വീട്ടിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് പരമാവധി പരിധി എന്നൊന്ന് ഔദ്യോഗികമായി നിശ്ചയിച്ചിട്ടില്ല. എന്നിരുന്നാലും സ്വർണം നിങ്ങളുടെ കൈവശം വന്നതിന്റെ ഉറവിടം സംബന്ധിച്ചാണ് നിയമം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിങ്ങൾ നിയമപരമായി നികുതി അടച്ച വരുമാനം ഉപയോഗിച്ച് വാങ്ങിയതോ അനന്തരാവകാശമായി ലഭിച്ചതോ സമ്മാനമായി കിട്ടിയതോ ആയ എത്ര സ്വർണവും നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇവിടെ പ്രധാനം ഓരോ ഗ്രാം സ്വർണത്തിൻ്റെയും ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളാണ്. ആദായ നികുതി റെയ്ഡ് പോലുള്ള സാഹചര്യങ്ങളിൽ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ എല്ലാ പഴയ ആഭരണങ്ങൾക്കും ബില്ലുകൾ സൂക്ഷിക്കുക എന്നത് പ്രായോഗികമല്ലാത്തതിനാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് 1994 പുറത്തിറക്കിയ സർക്കുലർ ഒരു സുരക്ഷിത പരിധി നിർവചിക്കുന്നുണ്ട്. ഈ പരിധി പ്രകാരം ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളില്ലാത്ത സ്വർണം പിടിച്ചെടുക്കാതെ നിയമപരമായി കൈവശം വയ്ക്കാൻ അനുവാദമുണ്ട്. വിവാഹിതരായ സ്ത്രീകൾക്ക് 500 ഗ്രാം വരെയും അവിവാഹിതരായ സ്ത്രീകൾക്ക് 250 ഗ്രാം വരെയും പുരുഷന്മാർക്ക് അവർ വിവാഹിതരായാലും അവിവാഹിതരായാലും 100 ഗ്രാം വരെയുമാണ് സ്വർണം കൈവശം വയ്ക്കാൻ സാധിക്കുക. ഈ പരിധിക്ക് മുകളിലുള്ള സ്വർണം പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ നിയമപരമായ ഉറവിടം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ വീട്ടിൽ സ്വർണം സൂക്ഷിക്കുമ്പോൾ നികുതി ബാധ്യത ഉണ്ടാകുന്നില്ല. നികുതി പ്രശ്നം വരുന്നത് നിങ്ങൾ ആദായ നികുതി അധികാരികൾക്ക് മുമ്പാകെ നിങ്ങളുടെ വരുമാന സ്രോതസ് തെളിയിക്കേണ്ടി വരുമ്പോഴാണ്. നിങ്ങളുടെ കൈവശമുള്ള സ്വർണം നിങ്ങളുടെ പ്രഖ്യാപിത വരുമാനത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ ഉറവിടം ചോദ്യം ചെയ്യപ്പെടും. അതായത് വിവാഹിതയായ ഒരു സ്ത്രീയുടെ കൈവശം 600 ഗ്രാം സ്വർണമുണ്ട്. അവരുടെ ഭർത്താവിൻ്റെ കൈവശം 150 ഗ്രാം സ്വർണമുണ്ട്. രേഖകളില്ലാത്ത 500 ഗ്രാമും 100 ഗ്രാമും സുരക്ഷിത പരിധിയിൽ വരുമെങ്കിലും ബാക്കിയുള്ള 150 ഗ്രാമിൻ്റെ കാര്യത്തിൽ അവർക്ക് നിയമപരമായ പരിരക്ഷ ലഭിക്കാൻ രേഖകൾ ആവശ്യമാണ്. അവർക്ക് ഈ 150 ഗ്രാം സ്വർണത്തിന് ബില്ലുകളോ അനന്തരാവകാശ രേഖകളോ അല്ലെങ്കിൽ വിവാഹ സമ്മാനമായി ലഭിച്ചതിൻ്റെ രേഖകളോ ഹാജരാക്കാൻ കഴിഞ്ഞാൽ അത് നിയമപരമായിരിക്കും. സ്വർണത്തിൻ്റെ നിയമപരമായ സുരക്ഷ ഉറപ്പാക്കാൻ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടാൽ അതിൻ്റെ ഉറവിടം തെളിയിക്കാൻ സാധുവായ രേഖകൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വർണം വാങ്ങിയ തീയതി, അളവ്, നൽകിയ തുക എന്നിവ വ്യക്തമാക്കുന്ന യഥാർത്ഥ വാങ്ങൽ രസീതുകളും ബില്ലുകളും ഇതിൽ പ്രധാനമാണ്. കൂടാതെ സ്വർണം വിവാഹ സമ്മാനമായി ലഭിച്ചതാണെങ്കിൽ അത് തെളിയിക്കുന്ന ഗിഫ്റ്റ് ഡീഡ് അഥവാ വിവാഹ സമ്മാന പട്ടിക, പൂർവകരിൽ നിന്ന് അനന്തരാവകാശമായി ലഭിച്ചതാണെങ്കിൽ വിൽപത്രം, ഗിഫ്റ്റ് ഡീഡ് അല്ലെങ്കിൽ മറ്റ് അനന്തരാവകാശ രേഖകൾ എന്നിവയും സൂക്ഷിക്കണം. ഏറ്റവും പ്രധാനമായി സ്വർണം വാങ്ങാൻ ഉപയോഗിച്ച പണം, പ്രഖ്യാപിത വരുമാനം, സമ്പാദ്യം അല്ലെങ്കിൽ കാർഷിക വരുമാനം പോലുള്ള നികുതി ഇളവുള്ള വരുമാനം എന്നിവയിൽ നിന്നുള്ളതാണെന്ന് തെളിയിക്കുന്ന വരുമാനത്തിൻ്റെ തെളിവുകളും നിയമപരമായ സുതാര്യതയ്ക്ക് അനിവാര്യമാണ്. സ്വർണം കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില പ്രധാന തെറ്റിദ്ധാരണകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ലോക്കറിൽ സൂക്ഷിക്കുന്ന സ്വർണത്തിന് നികുതി ഉണ്ടെന്നുള്ളത് ഒരു മിഥ്യയാണ്. അത് തെറ്റായ കാര്യമാണ്. യഥാർത്ഥത്തിൽ വീട്ടിലോ ബാങ്കിലോ സ്വർണം സൂക്ഷിക്കുന്നതിന് നികുതിയില്ല. നിങ്ങൾ ആ സ്വർണം വിൽക്കുകയാണെങ്കിൽ മൂലധന നേട്ടത്തിന് മാത്രമാണ് നികുതി നൽകേണ്ടത്. രണ്ടാമതായി, സ്വർണ്ണാഭരണങ്ങൾക്ക് ബില്ലുകൾ ആവശ്യമില്ല എന്ന ഒരു ധാരണയും തെറ്റാണ്. ആഭരണങ്ങൾക്ക് പണിക്കൂലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിയമപരമായി അതിൻ്റെ ഉറവിടം തെളിയിക്കാൻ ബില്ലുകൾ അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, സമ്മാനമായി ലഭിക്കുന്ന എല്ലാ സ്വർണവും നികുതിരഹിതമായിരിക്കില്ല. ഇന്ത്യയിലെ നികുതി നിയമപ്രകാരം ചില നിശ്ചിത ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങൾ മാത്രമേ നികുതിരഹിതമാക്കി കണക്കാക്കൂ. മറ്റു വ്യക്തികളിൽ നിന്ന് ഒരു സാമ്പത്തിക വർഷം 50,000-ൽ കൂടുതൽ മൂല്യമുള്ള സ്വർണം സമ്മാനമായി ലഭിച്ചാൽ അതിന് സമ്മാന നികുതി, ഗിഫ്റ്റ് ടാക്സ് ബാധകമായേക്കാം.
എന്നാൽ വിവാഹ സമയത്ത് ലഭിക്കുന്ന സമ്മാനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമല്ല എന്നതും ശ്രദ്ധേയമാണ്. സ്വർണം എന്നും ഒരു നല്ല നിക്ഷേപമാണ്, പ്രത്യേകിച്ചും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുടെ കാലഘട്ടത്തിൽ. ഏറ്റവും പുതിയ വിപണി വില ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം വലുതാണ്. ഈ മൂല്യത്തെ നിയമപരമായി സംരക്ഷിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ: സുതാര്യത. സർക്കാർ കൈവശം വയ്ക്കാവുന്ന സ്വർണത്തിന് പരമാവധി പരിധി വച്ചിട്ടില്ലെങ്കിലും നികുതി അധികാരികളുടെ ചോദ്യങ്ങൾ ഒഴിവാക്കാനുള്ള ഏക മാർഗം ഓരോ ഗ്രാം സ്വർണത്തിന്റെയും ഉറവിടം വ്യക്തമാക്കുന്ന രേഖകൾ സൂക്ഷിക്കുക എന്നതാണ്. ഒരു വലിയ തുക ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന അതേ ഗൗരവം വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെ കാര്യത്തിലും നൽകുക. അത്രമാത്രം.